ദാസ് ഒന്ന് തുടരും. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ചേരുകയാണ്. ശശികല ടീച്ചർ, ഈ UDF ഭരണം കിട്ടിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകൾ ലഭിക്കുകയും ഒരു മുൻതൂക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെയും ലീഗിൻ്റെയും ഒക്കെ മുദ്രാവാക്യം ടീച്ചർ ശ്രദ്ധിച്ചു കാണുമല്ലോ. മലപ്പുറം ജില്ലയിലെ മുദ്രാവാക്യം ഈ അമ്പലങ്ങളിലെ രാവിലെ കേൾക്കുന്ന പാട്ടുകൾ, ഭക്തിഗാനസുധ, അതൊക്കെ നിർത്തലാക്കുമെന്നുള്ളതാണ്. ഇത്തരം പ്രകോപനങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ലീഗും കോൺഗ്രസും. വളരെ അപകടകരമായൊരു സന്ദേശമാണ് നമുക്കിത് നൽകുന്നത്. കാരണം നീലച്ചായത്തിൽ വീണ കുറുക്കന് അധിക നാള് താനൊരു പ്രത്യേക ജീവിയാണ് എന്നുള്ള അഭിനയം തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അതിന്റെ വർഗ സ്വഭാവം അല്ലെങ്കിൽ ജാത്യാലുള്ള സ്വഭാവം ഉള്ളിലുണ്ട്, ചായം പുറത്തു മാത്രമേ ഉള്ളൂ. അതുപോലെ കയ്യിൽ അധികാരം വരുന്നത് വരെയുള്ള തക്കിയ, അത് മുസ്ലിം ലീഗിന്റെ മാത്രമല്ല, പൊതുവെ മതപരമായ അവരുടെ ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ് ഈ തക്കിയ. അതായത് തങ്ങൾക്ക് അധികാരവും ഭൂരിപക്ഷവും വരുന്നത് വരെ അഭിനയിക്കുക എന്നുള്ളത്. ഇപ്പോ മലപ്പുറത്ത് ആ അഭിനയം കളയാനുള്ള സമയമായി എന്നാണ് അവർക്ക് ബോധ്യമായിരിക്കുന്നത്. കാരണം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. കേരളം ചർച്ച ചെയ്യുന്നില്ല. തിരുവനന്തപുരത്തെ റിസൾട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യുകയും അതിന്റെ ഗൗരവം മനസ്സിലാക്കുകയും അതിനെതിരെ ഒന്നിച്ചു നിൽക്കണം എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയക്കാര് മലപ്പുറത്ത് പ്രതിപക്ഷം ഇല്ല. ഒരു ജില്ലാ പഞ്ചായത്തിൽ എങ്ങനെ ഒരു കാര്യങ്ങൾ തീരുമാനിക്കും? ഒരു ജില്ലാ പഞ്ചായത്തിൽ ഒരു അഴിമതി നടന്നാൽ മൂടി വെക്കാൻ അവർക്ക് വളരെ എളുപ്പമല്ലേ? അതൊന്ന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് തിരുത്താനോ ഒരു തിരുത്തൽ ശക്തി പോലും ഇല്ലാതെ ഇതിനെന്ത് ജനാധിപത്യം എന്താ പറയുക? ഒരു പ്രതിപക്ഷ അംഗം പോലും ഇല്ലാതെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചേരാൻ പോവാണ്. മലപ്പുറത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അവസ്ഥയും അതേവ. ഇത് തന്നെ ഏറെപ്പോലെ ഗ്രാമപഞ്ചായത്തുകളിൽ ആ അഹങ്കാരമാണ്. ആ അഹങ്കാരം തലയ്ക്ക് പിടിച്ചത് കൊണ്ടാണ് ഒരു അമ്പലത്തിലെ സുപ്രഭാതത്തിനെതിരെ പോലും ഇത്തരത്തിൽ അവർക്ക് പറയാൻ സാധിച്ചത്. ഈ പറയുന്നവർ 5 നേരവും എത്ര ശക്തിയുള്ള കോളാമ്പി വെച്ചിട്ടാണ് സാധാരണക്കാരന്റെ ചെവിയിലേക്ക് പലതും അടിച്ചു കയറ്റുന്നത്. അത് കേവലം അങ്ങോട്ട് നമസ്കാരത്തിന് ക്ഷണിക്കുക മാത്രമല്ല, അതൊരു വിളംബരമാണ്, അതൊരു ക്ഷണമല്ല, അതൊരു വിളംബരമാണ്. ഇതല്ലാതെ വേറൊരു ദൈവമില്ല, അവന് പങ്കുകാരനോ പ്രതീകങ്ങളോ ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായി വിളംബരമാണത്. ഇത് 5 നേരവും മറ്റുള്ളവരെ ചെവിട്ടിലേക്ക് അടിച്ചു കയറ്റുന്നവരാണ് പറയണത്. ഒരു ക്ഷേത്രത്തിൽ പാട്ട് വെക്കാൻ പാടില്ല. മലപ്പുറത്ത് ജീവിക്കുന്ന ഹൈന്ദവ സമൂഹത്തെ പറ്റിയിട്ട് ഭാരതം മുഴുവനുള്ളവർ ചിന്തിക്കേണ്ടുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം 1921 പലതും അനുഭവിച്ച് അതെല്ലാം മറന്നു എന്ന് കാണിക്കേണ്ടി വന്നൊരു ജനതയാണ്. പക്ഷെ ഉള്ളോണ്ട് മറന്നിട്ടുണ്ടാവില്ല. മറന്നു എന്ന് കാണിക്കേണ്ടി വന്നൊരു ജനതയാണത്. അപ്പോ അന്ന് അവർക്ക് സാമാന്യമായ ജനസംഖ്യയുണ്ട്, സമ്പത്തുണ്ട്, ഇതെല്ലാം ഉള്ള കാലത്താണ് അവർ ഏറിയ ദുരിതം മലപ്പുറത്ത് അനുഭവിച്ചത്. ഇന്ന് അവർക്ക് ഈ പറഞ്ഞത് രണ്ടുമില്ല. ജനസംഖ്യയില്ല, അധികാരമില്ല. അന്ന് അധികാരത്തിന്റെയും ഒരു പക്ഷേ അധികാരം ഒരു കലാപം ഉണ്ടായാൽ അടിച്ചമർത്തത്തക്ക വിധത്തിലുള്ള അധികാര ശക്തികൾ അന്നുണ്ടായിരുന്നു. ഇന്ന് അധികാരം അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനില്ല. സമ്പത്തിന്റെ കാര്യത്തിൽ അവർ വളരെ പുറകോട്ടാണ്, എണ്ണത്തിന്റെ കാര്യത്തിലും വളരെ പുറകോട്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിന്റെ പാർലമെന്റ് തന്നെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ് മലപ്പുറത്തിന്റെ അവസ്ഥ. അവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ രക്ഷിക്കാൻ, അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിർത്താൻ, അവർക്കവിടെ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ അതിന് വേണ്ടുന്ന നിയമ സംവിധാനമോ സംവരണമോ സംരക്ഷണമോ എന്താണെങ്കിലും അവിടുത്തെ ഹൈന്ദവ സമൂഹം അത് അവർക്ക് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ മുദ്രാവാക്യം. ആലപ്പുഴയില് പണ്ട് നമ്മള് അരിയും മലരും കൊന്തിരിക്കും കരുതിക്കോളാൻ പറഞ്ഞതും അമ്പലനടയിൽ കെട്ടിത്തൂക്കി കത്തിക്കുമെന്ന് പറഞ്ഞതും ഒന്നും നമ്മുടെ മനസ്സൊന്നും മറന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ അടുത്തത് അതാണ്. ഇന്നിപ്പോ പാട്ട് വെക്കണ്ട എന്ന് പറഞ്ഞവർ നാളെ അമ്പലത്തിൽ പോകണ്ട എന്ന് വളരെ കൃത്യമായിട്ട് പറയും. തിരുവില്ലാമലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർക്കുടം ഉടയ്ക്കുമെന്ന് പണ്ട് പറഞ്ഞത് വള്ളത്തോളിന്റെ കവിതയാണ്. അത് പിന്നീട് പാട്ടിലേക്ക് വന്ന ആശയം അതാണ്. അത് കൃത്യമായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയെ തടഞ്ഞു നിർത്തുന്ന ഒരു മുസ്ലിം കശ്മലനെ ആ വാക്ക് തന്നെയാണ് വള്ളത്തോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് നാളെ മലപ്പുറം പോകില്ല എന്ന് ആര് കണ്ടു? ഇന്ന് പാട്ട് കേൾക്കണ്ട, ഇത്തിരി ഭൂരിപക്ഷം കിട്ടിയപ്പോഴേക്കും പാട്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ, അമ്പലത്തിലെ പാട്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ മുഴങ്ങണ്ട എന്ന് പറയുന്നവർ നാളെ ഞങ്ങളുടെ ഇടയിൽ കൂടി നിങ്ങൾ അമ്പലത്തിൽ പോകണ്ട എന്ന് പറയില്ലേ? ക്ഷേത്രോത്സവങ്ങൾ നടത്തണ്ട എന്ന് പറയില്ലേ? ഇപ്പൊ പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെയൊക്കെ മുന്നിൽ വന്ന് നിങ്ങൾ വർഗീയവാദികളാണ്, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് അയ്യപ്പൻ വിളക്കും, ഞങ്ങൾക്ക് ക്ഷേത്രോത്സവവും, ഞങ്ങൾക്ക് നേർച്ചയും ഒരുപോലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു തരം മെഴുകൽ നടത്താൻ ധാരാളം ആളുകൾ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ എത്ര നാളെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഇതൊക്കെ പറയാൻ ആൾക്കാരുണ്ട്. ഞങ്ങൾക്കെല്ലാം ഒന്നാണ്, ഞങ്ങളെല്ലാം ആത്മീയ അംഗീകരിക്കുന്നു, സംഘികളാണ് അംഗീകരിക്കാത്ത എന്നൊക്കെ പറഞ്ഞ് ഈ തക്കിയെ കുറച്ചും കൂടെ തുടർന്നു പോയേക്കാം. പക്ഷെ ഉള്ള എന്താണ് എന്നുള്ളതിന്റെ
കൃത്യമായ ചിത്രമാണ് നമ്മൾ ഈ ഒരു ഇതിലൂടെ. കാരണം എത്ര ധൈര്യമായിട്ടാണത്, അവരല്ലാതെ വേറൊരാളല്ലോ അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അവിടെ നിന്ന് വിളിച്ചു എന്ന് മാത്രമല്ല, അത് റെക്കോർഡ് ചെയ്ത് പുറം ലോകത്ത് എത്തിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി അവിടെ ഒരു മാധ്യമങ്ങളും ചെന്നാൽ അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അവര് തന്നെയാണ് ഇത് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പൊ വ്യക്തമായ ഒരു സന്ദേശം തരികയാണ് മലപ്പുറം ഞങ്ങളുടേതാണ് എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത്, ഇന്ത്യൻ പാർലമെന്റ് ഒരു ഗൗരവമായി തന്നെ കാണണം. മലപ്പുറത്തെ ജനതയുടെ രക്ഷയ്ക്ക് അത് ഏത് സംവിധാനത്തിലാണെങ്കിലും ഉണ്ടാകണം എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ വളരെ നന്ദി ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ